ഹായ് മക്കൾസ്, വെൽക്കം ടു എജുപോർട്ട്. മക്കളെ, നമ്മുടെ രണ്ട് ചാപ്റ്റർ, അതായത് ജോഗ്രഫിയിലെ മൂന്നാമത്തെ ചാപ്റ്ററും 9ാമത്തെ ചാപ്റ്റർ, അതായത് നമ്മുടെ ഈ രണ്ട് ചാപ്റ്ററിന് ഏതെങ്കിലും ഒരെണ്ണമല്ല നിങ്ങൾ പഠിക്കുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നത് മൂന്നാമത്തെ ചാപ്റ്ററിനെ നിങ്ങൾ പഠിച്ചു, അതായിരിക്കും ഈസി. ആ ബാങ്കുകളുടെ ചാപ്റ്റർ ഇനി അഥവാ അതാണ് നിങ്ങൾ നോക്കി മാറ്റരുത്, എൻ്റെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ മാറ്റരുത്. സാർ ഒരു പൊട്ടണമെന്ന് വിചാരിച്ചാൽ മതി, കുഴപ്പമില്ല. നിങ്ങൾ ഏത് ചാപ്റ്ററാണ് 9ാമത്താണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതങ്ങോട്ട് സെറ്റാക്കിയോ. പിന്നെ മക്കൾ ഇത് മാത്രം പഠിച്ചു പോരുത്. ഞാനിത് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട്, അതായത് 2018, 19, 20, 21, 22, 23, 24 ചോദിച്ചത് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് പഠിക്കാതെ പോകരുത്. ഓക്കെ, ഇത് മാത്രം പഠിച്ചിട്ട് പോകരുത്, അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ, മാനവവിഭവശേഷി വികസനം ഇന്ത്യയിൽ എന്നുള്ള ചാപ്റ്ററിൽ ആദ്യം പഠിക്കേണ്ടത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ വിവിധ തലങ്ങൾ, വ്യത്യസ്ത ലെവലുകളാണ് പഠിക്കാനുള്ളത്. മക്കളെ, 4 ലെവലുകൾ അറിയാലോ നമുക്ക്. ഒന്നെന്താണ് ഇൻഡിവിജ്വൽ, ഒന്നാമത്തെ ഇൻഡിവിജ്വൽ, അതായത് വ്യക്തിഗത. രണ്ടാമത്തെ നമ്മൾ പറയുന്ന ഫാമിലി, കുടുംബം. മൂന്നാമത്തെ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഏജൻസീസ്, അതായത് സ്ഥാപനങ്ങളും ഏജൻസികളും. നാലാമത്തത് നാഷൻ. ഇങ്ങനെ 4 കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ എന്താ ചെയ്യുക, നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റുകയാണ്. ഈ പോയിന്റുകൾ 4 വരണം. പിന്നെ അതിൻ്റെ കൂടെ സെൻറ്റൻസ് അങ്ങോട്ട് മുഴുവനാക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്വയം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കഴിവുകളെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്, അല്ലേ, അത് സ്വയം. പിന്നെ അതിനുള്ള എല്ലാ സപ്പോർട്ടും തരുന്ന ആരാണ്, ഫാമിലി എവിടെ കൊണ്ടുവയ്ക്കും, അവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിയുടെ കയ്യിലോ കൊണ്ടുവയ്ക്കും. അപ്പോഴൊക്കെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് എന്ത് ചെയ്യാണ്, ഡെവലപ്പ് ആവണം, അല്ലെങ്കിൽ മാനവവിഭവശേഷി, നമ്മുടെ കഴിവുകൾ മെച്ചപ്പെടുത്തി വരാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതെന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. പിന്നെ നമുക്ക് നോക്കാല്ലേ അഡ്വാൻറ്റേജസ് ഡെവലപ്മെൻറ്റ്, അതായത് മക്കൾ ഒരുപാട് എക്സാമിന് ചോദിച്ചാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള, അല്ലെങ്കിൽ മാനവവിഭവശേഷി മെച്ചപ്പെടുത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് മക്കളെ. 4 മാർക്കിനാണ് ചോദിക്കുക. ചെറിയ മാർക്കൊന്നുമല്ല, 4 മാർക്കാണ്. നന്നായിട്ട് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അതായത് നമ്മുടെ കഴിവുകൾ മെച്ചപ്പെടുത്തിയത് കൊണ്ടുള്ള ബെനഫിറ്റുകൾ, ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിനെയാണല്ലോ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞത്. ഒന്ന്, എക്കണോമിക് ഇനീക്വാലിറ്റീസ് റെഡ്യൂസ്ഡ്, അതായത് സാമ്പത്തികപരമായിട്ട്. ഇപ്പോൾ എനിക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഞാനും നല്ല ജോലിക്ക് പോയി, എൻ്റെ മേലും പൈസ ഉണ്ട്, നാഫിസാറും ജോലിക്ക് പോയി, നാഫിസാറിൻ്റെ കയ്യിലും പൈസ ഉണ്ട്. അപ്പോൾ അവിടെ എന്താവും, ഞാൻ ചെറുത് നാഫിസാർ വലുതുണ്ടാവും, അല്ലെങ്കിൽ നാഫിസാർ വലുത് ഞാൻ ചെറുതുണ്ടാവും, ഒരിക്കലും ഉണ്ടാവില്ല. അവിടെ ഇനീക്വാലിറ്റി ഉണ്ടായിരിക്കില്ല. എപ്പോഴും എന്താണ്, ഒരു സമത്വം ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ അതുപോലെ തന്നെ വരുന്ന നാച്ചുറൽ റിസോഴ്സ് ഈസ് യൂട്ടിലൈസ്ഡ് എഫക്റ്റീവ്ലി എന്ന് പറയും. അതായത് നമുക്ക് നമ്മുടെ നാട്ടിലുള്ള, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയും, ഞങ്ങൾക്ക് രണ്ടാക്കുന്നുണ്ട്, ശരീരം കൊണ്ടും മെൻ്റലി ഒക്കെ ഞങ്ങൾ അടിപൊളിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടിൽ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ട്. ഇപ്പോൾ ഗോൾഡ് ഇട്ട് വിചാരിക്കുക, ആ ഗോൾഡ് നല്ല രീതിയിൽ ഉപയോഗിച്ചൂടെ, കാര്യങ്ങളൊക്കെ ചെയ്തൂടെ, അല്ലെങ്കിൽ വേറെ പെട്രോളിയം ഉണ്ട്, അത് നമുക്ക് ധൈര്യമായിട്ട് മൈൻ ചെയ്തൂടെ, അല്ലെങ്കിൽ ഖനനത്തിലൂടെ എടുത്തൂടെ. പക്ഷെ നമുക്ക് ആരോഗ്യം ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കും, അതെടുക്കാൻ പറ്റില്ല. അതൊക്കെയാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സാമൂഹിക ക്ഷേമം ഉറപ്പുവരുത്തുക എന്ന് വെച്ചാൽ വെൽഫെയർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ? പിന്നെ അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ഹൗ എഡ്യൂക്കേഷൻ, അതായത് വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുകൊണ്ട്. ഇപ്പോൾ എല്ലാവരോടും പറയാറുണ്ട് എഡ്യൂക്കേഷൻ അടിപൊളിയാക്കി, ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. വിദ്യാഭ്യാസം ഒരു ഫ്ലോ ചാർട്ട് തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടായിരിക്കും, അതേപോലത്തത്. എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്തായിരിക്കും, ഇൻഡിവിജ്വൽ നമ്മൾ എന്തായിരിക്കും, മെച്ചപ്പെടുത്തിയെടുക്കാൻ തുടങ്ങില്ലേ. ഇംപ്രൂവ്സ് ദ സ്കിൽസ് ഓഫ് ഇൻഡിവിജ്വൽസ്, അതായത് വ്യക്തികളുടെ കഴിവ് മെച്ചപ്പെടുത്തുന്നുണ്ട്. ബെറ്റർ ദ ടെക്നോളജി നോ ഹൗ, നമുക്ക് എന്തായിരിക്കും, വിവര സാങ്കേതിക വിദ്യ അറിയാനുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കാനുള്ള അറിവ് ലഭിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് വരും മക്കളെ, നല്ലൊരു ജോബ് കിട്ടും, ബെറ്റർ ജോബ് കിട്ടും. ഈ ബെറ്റർ ജോബ് കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മണി പൈസ കിട്ടില്ല, നല്ലൊരു ഇൻകം കിട്ടും. അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മുടെ ലൈഫ് എന്തായി മാറും, സ്റ്റാൻഡേർഡ് ലിവിങ് ലൈഫ് ആവും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മെച്ചപ്പെടും. ഓക്കെ അല്ലേ? അത് ക്ലിയറായി. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, എഡ്യൂക്കേഷൻ ഉഷാറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് കുറച്ച് പ്രൊജക്റ്റുകൾ വന്നിട്ട്, ആ പ്രൊജക്റ്റുകളും അവയുടെ ലക്ഷ്യങ്ങൾ, അവയുടെ എയിംസുകൾ അല്ലെങ്കിൽ ഗോൾസുകളും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ICDS, സമഗ്ര ശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാൻ, പിന്നെ നാഷണൽ ഡെവലപ്മെൻറ്റ് റിവാർഡ് സ്കീം എന്നുള്ള, മോണിറ്ററിംഗ് റിവാർഡ് സ്കീം എന്നുള്ളതില്ലേ, അതിൻ്റെ ലക്ഷ്യങ്ങൾ പഠിച്ചു വെക്കണം. മക്കൾ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. പിന്നെ അതുപോലെ തന്നെ ഇനി ഹെൽത്ത്, നമ്മുടെ ഹെൽത്ത്, ആരോഗ്യമുള്ള വ്യക്തികൾ എങ്ങനെയാണ് രാജ്യത്തിൻ്റെ പുരോഗതിയിൽ ഇതാവുന്നത്. ആരോഗ്യമുണ്ടായതുകൊണ്ടല്ലേ ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ക്ലാസ് എടുക്കൽ നടക്കുമോ, ആരോഗ്യമില്ലെങ്കിൽ ഇല്ല. അപ്പോൾ ഹെൽത്ത് കെയർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, ഡെയിലി ജോലിക്ക് പോകും, അതായത് വർക്കിംഗ് ഡേയ്സ് കൂടും. അങ്ങനെ ആകുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടാം. പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ എക്സ്പെൻസ് ഉണ്ടാവോ, ഇല്ല, മെഡിക്കൽ എക്സ്പെൻസ് ഉണ്ടാവില്ല. അപ്പോൾ അത് ഗവൺമെൻറ്റിന് എന്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റും, മറ്റുള്ള എന്തെങ്കിലും ഡെവലപ്മെൻറ്റിലേക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ രാജ്യം അടിപൊളിയാവുകയും ചെയ്യും. ഇനി നമ്മുടെ 9ാമത്തെ ചാപ്റ്റർ അധികം ഇമ്പോർട്ടൻസ് പലരും കൊടുക്കാത്തൊരു ചാപ്റ്ററാണ്. കാരണം ഇതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യാണ്, 3ാമത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത്. അതായത് ഹ്യൂമൻ റിസോഴ്സ്, മാനവവിഭവശേഷിയെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ ഇതിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട സംഭവങ്ങൾ, ഒന്ന് റിസർവ് ബാങ്ക്, ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ഫംഗ്ഷൻസ്, നോട്ട് അച്ചടിക്കൽ, ഗവൺമെൻറ്റിൻ്റെ ബാങ്ക്, അതുപോലെ തന്നെ ബാങ്കുകളുടെ ബാങ്ക് എന്നൊക്കെ പറഞ്ഞില്ലേ, ആ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാറ്. പിന്നെ അതുപോലെ തന്നെ
പല ടൈപ്പ് നിക്ഷേപങ്ങളുണ്ട്, പല ടൈപ്പ് ഡെപ്പോസിറ്റുകളുണ്ട്. അത് അറിയാമല്ലോ, ഏതൊക്കെയാണ് സേവിങ്സ്, സമ്പാദ്യ നിക്ഷേപം, പ്രചലിത നിക്ഷേപം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് നിക്ഷേപങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. അതിൻ്റെ ഫീച്ചേഴ്സും പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഹൗ ഇലക്ട്രോണിക് ബാങ്കിങ്, ഇലക്ട്രോണിക് ബാങ്കിങ് എങ്ങനെയാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. മക്കളെ, ഇൻ്റർനെറ്റ് ബാങ്കിങ് അതായത് ഗൂഗിൾ പേ, ഫോൺ പേ, ഇതെങ്ങനെയാണ് ഉപകാരപ്പെടുന്നത്? സ്വാഭാവികമായിട്ട് സമയം ലാഭിച്ചൂടെ? സമയം ലാഭിക്കാൻ പറ്റും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പൈസ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പണം അടക്കാൻ പറ്റും. കറണ്ട് ബില്ല് അടച്ചൂടെ എന്ന് വെച്ചാൽ ഏത് തരം ബില്ലുകളും അടക്കാൻ പറ്റും. അപ്പോൾ ഈ ബാങ്കിങ്ങിൻ്റെ ഗുണങ്ങൾ ഇതൊക്കെയാണ്. ഇനി എന്താണ് കോർ ബാങ്കിങ്? പല എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ് കോർ ബാങ്കിങ്. എന്താണ് കോർ ബാങ്കിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ബാങ്കുകളും ഇപ്പം ഞാൻ എന്ത് ചെയ്യാണ്? സ്വാഭാവികമായിട്ട് ഞാൻ SBIയിലാണ് അക്കൗണ്ട് ഉള്ളത്. പക്ഷേ കനറ ബാങ്കിൻ്റെ ATM പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് പൈസ കിട്ടി. അതെങ്ങനെ? എനിക്ക് കനറ ബാങ്കിലല്ല. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, നാഫി സാറിൻ്റെ കയ്യിലാണ് എൻ്റെ പൈസ മുഴുവൻ ഞാൻ പിടിക്കാൻ കൊടുത്തത്. പക്ഷേ നിയാൽ സാറിൻ്റെ അടുത്ത് പോയി പൈസ ചോദിച്ചപ്പോൾ എനിക്ക് തന്നു. അതെങ്ങനെ? അത് നടക്കില്ല. അങ്ങനെ നടത്തുന്ന ഒരു സിസ്റ്റമാണ് കോർ ബാങ്കിങ്. അതായത് എല്ലാ ബാങ്കുകളെയും ഒറ്റ സെർവറിൻ്റെ കീഴിലേക്കാക്കി മാറ്റുന്നതാണ് ഇത് കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. പിന്നെ കുറച്ച് അതർ ബാങ്കുകളില്ലേ, ആ അതർ ബാങ്കുകളൊക്കെ ജസ്റ്റ് നോക്കി വെക്കുക. അതിൽ തന്നെ കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ ഉണ്ട്. അവയുടെ പ്രിൻസിപ്പൽ, പ്രവർത്തന തത്വം എന്താണെന്നും അതുപോലെ തന്നെ മൈക്രോ ഫിനാൻസിൻ്റെ ലക്ഷ്യങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. ഹാപ്പി ആയിരിക്കുക, ഒരു മടിയും കാണിക്കേണ്ട. പിന്നെ അതുപോലെ തന്നെ മക്കളെ, എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഈ ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? SP_Sahad കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ID ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക? മെസ്സേജ് അയക്കാം, ചോദിക്കാം. ഹാപ്പി ആയിരിക്കാം. അപ്പോൾ എങ്ങനെയുണ്ട്? ഒരു പേടിയും പേടിക്കേണ്ട. എന്തിനും നമ്മൾ കട്ടക്ക് കൂടെയുണ്ട്. ബൈ ബൈ.